ഗൈസ് നമ്മുടെ ആർവി മച്ചാൻ അടിക്കാൻ പോവുകയാണ്. കുഴി വീണിരിക്കുന്നു ഗൈസ്. കുഴി വീഴ്ത്തിയോണ്ട് ആർവി മച്ചാൻ ഒരു വട്ടം കൂടി അടിക്കാൻ പോവുകയാണ് ഗൈസ്. അടിച്ചു ഗൈസ്. കുഴിയുടെ കുറച്ച് ദൂരെയാണ് ഫ്രണ്ട്സ്. നമ്മുടെ ആരോ മച്ച 7ലേക്കാണ് അടിക്കുന്നത്. തള്ളിയിടാം ഫ്രണ്ട്സ്. തള്ളിയിട്ട് കഴിഞ്ഞു. ഈ കുഴിയിലേക്കാണ് വീഴ്ത്തേണ്ടത്. വീഴ്ത്തില്ല ഫ്രണ്ട്സ്. ഏതോ കാട്ടിക്കൊണ്ടടിച്ച്. ഫ്രണ്ട്സ് നമ്മുടെ ആർവി മച്ചാൻ ഇപ്പോൾ അടിക്കാൻ പോവുകയാണ്. കുഴി വീഴ്ത്തിയിരിക്കുന്നു ഗൈസ്. കുഴി വീഴ്ത്തിയോണ്ട് ഒരു വട്ടം കൂടി അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതും കുഴി വീഴ്ത്തിയിരിക്കുന്നു ഗൈസ്. ആർവി മച്ചാന് ഭയങ്കര കൂവലാണ് ഗൈസ്. പിന്നെയും കുഴി വീഴ്ത്തിയോണ്ട് ഒരു വട്ടം കൂടി അടിക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞത് ആർവിൻ ജയിക്കുമെന്നാണ്. ഞാൻ തോക്കുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആർവിൻ ജയിച്ച് കയറുകയാണ്. നേരത്തെ ലാസ്റ്റ് ആയിരുന്നു. കുഴിയുടെ കുറച്ചടുത്താണ് വീഴ്ത്തിയിരിക്കുന്നത്. ഫ്രണ്ട്സ് ഈ ഒരു കല്ലാണ് ഇതിനെ തടഞ്ഞു നിർത്തിയേക്കുന്നത് ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഇത് കുഴി വീണേനെ ഫ്രണ്ട്സ്. ജസ്റ്റ് മിസ്സാകണം. ഇത്രേ ഒരു അളവേ ഉള്ളൂ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമ്മുടെ ആരോ മച്ചാൻ ഇതാ അടിക്കാൻ പോകുന്നു ഫ്രണ്ട്സ്. വീഴ്ത്തിയില്ല ഫ്രണ്ട്സ്. വീഴ്ത്തിയായിരുന്നെങ്കിൽ നമ്മളെ കായ്ക്ക് അടിച്ചോണ്ടെങ്കിൽ പോയേനെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അവൻ എന്നെ കായ്ക്ക് അടിച്ചുകൊണ്ട് അവൻ 8ാം കുഴിയിലേക്ക് കയറാം. എനിക്ക് 8ാം കുഴിയിലേക്ക് കയറാൻ പറ്റുകയില്ല. ഞാൻ കായ്ക്ക് അടിച്ചിട്ടില്ല. അവൻ 8ാം കുഴി കയറി. ഇനി അവൻ 9ാം കുഴിയിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. അതിനു മുമ്പ് ഞാൻ കായ്ക്ക് അടിച്ചിട്ടേ പോകും ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ആർവിൻ ഇപ്പോൾ എന്നെ കായ്ക്ക് അടിക്കാൻ പോവുകയാണ്. വീണാ കൊള്ളായിരുന്നു ഫ്രണ്ട്സ്. കൊണ്ടില്ല ഗൈസ്. ഫ്രണ്ട്സ് നമ്മുടെ ആരോ മച്ചാൻ കായ്ക്ക് അടിക്കാണ് ഫ്രണ്ട്സ്. കൊണ്ടില്ല ഫ്രണ്ട്സ്. ഇവിടാണ് വീണത് ഫ്രണ്ട്സ്. അടുത്തത് ഞാനാണ് അടിക്കേണ്ടത്. കായ്ക്ക് അടിച്ചിട്ട് പോവല്ലേ ഫ്രണ്ട്സ്. ആർവി മച്ചാൻ ഇപ്പോൾ എന്നെ കായ്ക്ക് അടിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഫ്രണ്ട്സ് നമ്മുടെ മുമ്പ് ഇരിക്കുന്ന ഒരു പോച്ച അങ്ങോട്ട് പിച്ച് കളഞ്ഞിട്ട് അങ്ങോട്ട് അടിക്കാം ഫ്രണ്ട്സ്. അടിക്കാൻ പോകുന്നു. നമ്മളിത് അടിക്കാൻ പോകുന്നു. അടിച്ചു ഗൈസ്. ഫ്രണ്ട്സ് 3 വട്ടം കായ്ക്ക് അടിക്കാം. അത് കഴിഞ്ഞ് 4ാമത്തെ വട്ടം വേണമെങ്കിൽ അടിക്കാം. പക്ഷേ 4ാമത്തെ വട്ടം അടിച്ചാൽ പിന്നെ കളിയില്ല. നെക്സ്റ്റ് കളിയിൽ മാത്രമേ അവർക്ക് കളിയുള്ളൂ. ഫ്രണ്ട്സ് ഇതെൻ്റെ 2ാമത്തെ അടിയാണ് ഫ്രണ്ട്സ്. അടിച്ചു ഫ്രണ്ട്സ്. എൻ്റെ ഗോലി ഇവിടെയുണ്ട്. ആർവിൻ്റെ ഗോലി അവിടെ ഉണ്ട് ഫ്രണ്ട്സ്. നമ്മളാണ് തെറിച്ചു പോയത് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമ്മുടെ ആർവി മച്ചാൻ 9ാം കുഴിയിലേക്ക് പോവുകയാണ്. 9ാം കുഴി വീഴ്ത്തിയില്ല ഫ്രണ്ട്സ്. കുറച്ച് ദൂരെയാണ്. ഇച്ചിരിയേ ഉള്ളൂ. ആ മണ്ണ് കൂടി കിടക്കുന്നിടത്താണ് ആർവി മച്ചാൻ്റെ ഗോലി കിടക്കുന്നത്. ഫ്രണ്ട്സ് അവിടെ ബോർഡറാണ്. അതുകൊണ്ട് ആർവി മച്ചാന് കുഴിയുടെ അടുത്തേക്ക് എടുത്തു വെക്കാൻ. നെക്സ്റ്റ് കളിയിലേ അത് പക്ഷെ പറ്റൂ. ഫ്രണ്ട്സ് നമ്മുടെ ആരോ മച്ചാൻ അടിക്കാൻ പോകുന്നു ഫ്രണ്ട്സ്. ആർവിനെ കായ്ക്ക് അടിക്കാനാണ് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് 8ാം കുഴിയിലേക്ക് കയറാൻ പറ്റൂല. ഫ്രണ്ട്സ് കായ്ക്കയുടെ അടുത്ത് പോലും വന്നിട്ടില്ല ഫ്രണ്ട്സ്. എത്ര ദൂരെയാണെന്ന് നോക്കിയേ. എൻ്റെ ഗോലി എന്ത് ചെയ്യേ ഫ്രണ്ട്സ്. എൻ്റെ ഗോലി ഞാൻ തപ്പി എടുക്കുകയാണ് ഫ്രണ്ട്സ്. കിട്ടി ഫ്രണ്ട്സ് ബോർഡറിന് പുറത്തായതുകൊണ്ട് എവിടെയെങ്കിലും എടുത്തു വെക്കാം. 9ാം കുഴിയുടെ അടുത്തേക്ക് നമ്മുടെ ആർവി മച്ചാൻ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നു ഗൈസ്. ഫ്രണ്ട്സ് നമ്മുടെ ആരോ മച്ചാൻ അടിക്കുന്നു ഫ്രണ്ട്സ്. കായ്ക്ക് അടിക്കുമോ കുഴി തട്ടി ഇരിക്കുമോ എന്നൊന്നും അറിയത്തില്ല ഫ്രണ്ട്സ്. എന്നെക്കാട്ടി ഒത്തിരി ദൂരെയാണ് പോയിട്ടുള്ളത്. ബോർഡറിൻ്റെ ജസ്റ്റ് മിസ്സാണ് ഫ്രണ്ട്സ്. ബോർഡറിൻ്റെ പുറത്ത് പോയായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കാമായിരുന്നു ഫ്രണ്ട്സ്. അതിനു മുമ്പ് നമുക്കൊന്ന് കായ്ക്ക് നോക്കാം ഫ്രണ്ട്സ്. സോറി ഫ്രണ്ട്സ്. കായ്ക്കല്ല മുളമ്പ് എല്ലാം കൂടെ തിരിഞ്ഞു പോയി ഫ്രണ്ട്സ് മുളമ്പ് നോക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം.
ഫ്രണ്ട്സ് നമ്മുടെ ആർവി മച്ചാൻ മുളമ്പ് നോക്കാൻ പഠിപ്പിക്കുകയാണ്. ഫ്രണ്ട്സ് ആദ്യമായി നമ്മുടെ കൈ ഇതേപോലെ വെക്കണം. കുഴിയുടെ അടുത്തേക്കാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു മാർക്ക് ഇടണം ഫ്രണ്ട്സ്. നമ്മുടെ കൈ വെച്ച് തന്നെ ഇടാം. എന്നിട്ട് ഈ തമ്പ് ഇങ്ങനെ കാണിച്ചിട്ട് തമ്പ് ചരിച്ച് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് ഈ തമ്പിനും കൂടെ ഒരു മാർക്ക് കൊടുക്കാം. ഞങ്ങളിവിടെ 2 പേര് കളിക്കുന്നുണ്ട് ഫ്രണ്ട്സ്, അതുകൊണ്ട് ഒരു വട്ടം കൂടെ നോക്കണം. വീണ്ടും ഒരു തമ്പ് നമുക്ക് എടുക്കണം ഫ്രണ്ട്സ്. ഇല്ല, ഏകദേശം ഇത്രയായിട്ടാണ്, ഇത്രയും ദൂരമുണ്ട്. പക്ഷെ ഇങ്ങനെ കാണിച്ചില്ല ഫ്രണ്ട്സ്. 3 പേര് വരുമ്പോൾ വേറെ ഇങ്ങനെയും കൂടി വെച്ച് അളക്കണം നമ്മൾ. ഇങ്ങനെ ഇനി എത്ര പേര് വന്നാലും അങ്ങനെ അളക്കാവൂ. ഞങ്ങളിപ്പോൾ ഇവിടെ 2 പേരേ ഉള്ളൂ. നമ്മുടെ ആർമി മച്ചാൻ അടിക്കാൻ പോകുന്നു ഫ്രണ്ട്സ്. കുഴിയിലേക്കാണ് ഫ്രണ്ട്സ് നമ്മുടെ ആർമി മച്ചാൻ അടിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഗ്രാസും ഫ്രണ്ട്സ്. രാസു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. 9-ാം കുഴി വരെ ഉള്ളൂ. 9-ാം കുഴി കഴിഞ്ഞ് ജയിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആരാണ് ആദ്യമേ 9-ാം കുഴിയിൽ കയറിയത് അവര് ആദ്യമേ രാസിയോ അല്ലെങ്കിൽ കുഴി വീഴ്ത്തിയോ എങ്ങനെ തിരിച്ചും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആർമി മച്ചാൻ ചെയ്യുന്നത് ആദ്യമേ കുഴി വീഴ്ത്തിയിട്ട് രണ്ടാമത് രാസുകയാണ്. ഇപ്പോൾ ആർമി മച്ചാൻ ഇവിടെ കുഴി വീഴ്ത്തി. ഇനി രാസുന്നതെന്ന് പറഞ്ഞാൽ ആർമി മച്ചാൻ ഇപ്പോൾ എൻ്റെ ഗോലിയിലേക്ക് അടിക്കണം, കായ്ക്ക് അടിക്കുന്നതിൻ്റെ കൂട്ട്. ഇപ്പോൾ ആർമി മച്ചാൻ അടിക്കാനാക്കി നിൽക്കുകയാണ് ഫ്രണ്ട്സ്. ഒരു റീഷോട്ട് ചെയ്യാൻ പോവുകയാണ്. കായ്ക്ക് അടിച്ചില്ല ഫ്രണ്ട്സ്. നമ്മുടെ ആരംഭച്ചന്റെ ആവേശത്തോടെ എന്നെ അടിക്കാനായിട്ട് വരുവാണ്. എന്നാലേ 8 കാണാൻ പറ്റും ഫ്രണ്ട്സ്. ഇപ്പടിക്കും ഫ്രണ്ട്സ്. കൊണ്ടില്ല ഫ്രണ്ട്സ്. അവിടെ ആയിട്ടാണ് പോയേക്കുന്നത് ഫ്രണ്ട്സ്. കൊണ്ടില്ല ഫ്രണ്ട്സ്. ജസ്റ്റ് അടുത്തായിരുന്നു ഫ്രണ്ട്സ്, എന്നിട്ട് പോലും അടിച്ചില്ല ഫ്രണ്ട്സ്. ഇനി ഞാനും അതേപോലെ തന്നെ നമ്മുടെ ആരംഭച്ചാനെ അടിക്കാൻ പോകുന്നു ഫ്രണ്ട്സ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ മണ്ണിൽ നമ്മൾ അടിക്കുന്ന ഈ കൈ തറ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ വന്നിരിക്കും ഫ്രണ്ട്സ്. അതുകൊണ്ട് നമുക്ക് അവനെ അടിക്കാൻ എളുപ്പമാണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് ഈ കളി കൂട്ടത്തിൽ അവിടെ തന്നെ വന്നിരിക്കും ഫ്രണ്ട്സ്. ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് അടിക്കാൻ എളുപ്പമാണ് ഫ്രണ്ട്സ്. നമ്മൾ ആവാശത്തോടെ അടിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ദൂരോട്ട് തെറിച്ചൊന്നും പോകണ്ട, ജസ്റ്റ് ഒരു അടി മതി ഫ്രണ്ട്സ്. നമ്മളിതാ ജയിച്ചിരിക്കുന്നു. ഫ്രണ്ട്സ് നമ്മുടെ ചട്ടിയിലായി ഫ്രണ്ട്സ്. തോറ്റ് ചട്ടിയിലായി ഫ്രണ്ട്സ്. അവസാനം നമ്മുടെ ഗോലിക്കളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആരമച്ചാൻ്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം ഫ്രണ്ട്സ്. നമ്മുടെ ചട്ടിയിലായ ആരമച്ചാനോട് നമ്മുടെ ഈ കളിയെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാം ഫ്രണ്ട്സ്. എന്താണ് അഭിപ്രായം ഫ്രണ്ട്സ്? ആദ്യമേയൊക്കെ ഞാൻ ജയിച്ചു കയറി, അവസാനമായപ്പോൾ ഒരു ഉന്മേഷക്കുറവ്. അടുത്ത കളിയിൽ ഞാൻ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും ഫ്രണ്ട്സ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആളെന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബൈ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോലിക്കളി നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാം. Bye friends.